ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആട്ടോ. എനിക്ക് എന്താണെന്നറിയോ, നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ കുറച്ച് ദിവസമായി സ്റ്റോപ്പ് ചെയ്തൊക്കെ ആയിരുന്നു. അതായത് നമ്മൾ മറ്റുള്ള വീഡിയോസ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് എനിക്കൊരു കാരണം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇട്ടിട്ടാണ് നിൽക്കണേ. ഫേസ് പാക്ക് അത്യാവശ്യം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒട്ടുമിക്ക പേർക്ക് അറിയാം, കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാൻ ചെയ്യുന്നത് ആർക്കും ഒരു ഉപകാരമില്ലാത്ത കാര്യം എന്നാണ് കൂടുതൽ പേരും പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ കാര്യങ്ങളിലൂടെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യം കേട്ടപ്പോൾ മാത്രം എനിക്ക് ചെറുതായിട്ട് വിഷമം തോന്നി. മറ്റ് റോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതോ എന്നെ ബാധിക്കുന്നില്ല. കാരണം എനിക്ക് കുറച്ച് റീച്ചും കിട്ടുന്നുണ്ട്. കാരണം പുതിയ ആളുകൾ വരുന്നുണ്ട്, ചാനലിൽ അറിഞ്ഞു പിടിച്ച് വരുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ കാക്കയ്ക്ക് എന്തോ വിശപ്പ് മാറും പശുവിന് കൊതുകടി, അങ്ങനെ എന്തൊരു സാധനമില്ലേ, അതുകൊണ്ട് തന്നെ അത് അവർക്കും യൂസ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിഷമിച്ച് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ എത്രയോ പേര് ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായി നിൽക്കുന്നവരൊക്കെ എപ്പോൾ പോയി എന്തൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാണ്ട്. ഇത് പറയാൻ കാരണം, നമ്മുടെ ചാനലിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളവർ, നല്ലതാണെന്നും പറഞ്ഞ് കമൻ്റ് ഇട്ടവർ പോയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസിൽ പോയിട്ട് എന്ത് മോശമായിട്ടാണ് സെയിം ഒരേ ഐഡികൾ എടുത്തിട്ട് എനിക്ക് കമൻറ്റ്, അതായത് ഈ കമൻറ്റുകൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നവരുണ്ട്. അതായത് എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഇത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് സെയിം ആ ഐഡിയിൽ നിന്ന് തന്നെ ആ ആൾ തന്നെ പോയിട്ട് ഭയങ്കര മോശമാണ്, ഇങ്ങനെ ചെയ്യാൻ എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ ഭയങ്കര മോശം അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പൊട്ട റിസൾട്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ മാത്രമാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിയത്. എന്താ അറിയോ, നമ്മളിപ്പോൾ രണ്ട് കാര്യം എന്ന് പറയാൻ പോകണില്ല. ആദ്യത്തെ കാര്യം, ഞാൻ ഫേസ് പാക്ക് അല്ലെങ്കിൽ DIY ഹോം റെമഡീസ് ഇട്ടോ, നിലാസെർബ്സിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടല്ല, ഹോം റെമഡീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം, അതായത് ഹോം റെമഡീസ് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, ഡൾനെസ്, അല്ലെങ്കിൽ നമുക്കൊരു പിമ്പിൾസ്, എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, ഇത് യൂട്യൂബ് ഇതുവരെ നിർത്തലാക്കിയിട്ടില്ല. നമുക്ക് ഹോം റെമഡീസ് വീട്ടിൽ ചെയ്യാം, കുഴപ്പമില്ല. യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇത് നിർത്തണം അല്ലെങ്കിൽ ഇങ്ങനത്തെ റെമഡീസ് ചെയ്യുന്നവരൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുവരെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഒരാൾ കമൻറ്റ് ചെയ്താൽ ഞാനത് ചെയ്യും. പിന്നത്തെ കാര്യം, ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6-7 വർഷമായി നമ്മൾ യൂട്യൂബിൽ. ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ചെയ്തിട്ട് ഒരാൾക്കെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത്. ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര പേര് കാണുന്നൊന്നും അറിയില്ല. നമുക്കിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നേക്കാളും വളരെ റീച്ച് കുറവാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഇടും. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 10 പേരെ എഴുതി വെച്ചിട്ടുണ്ട്. 10 പേരോ 14 പേരാണ് എൻ്റെ വീഡിയോ ആദ്യം കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളാണ് എൻ്റെ വീഡിയോ ഉള്ളോ എന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ ഇടും കേട്ടോ. കാരണം ഞാൻ കുറേ പേര് പറയും നമ്മൾ എന്തൊക്കെയോ എന്നും മനുഷ്യൻ്റെ വിസർജ്യം മാത്രമാണ് നമ്മൾ ഫേസിൽ ഇടാൻ ബാക്കിയുള്ളൂന്നൊക്കെയാണ്. പക്ഷെ ഞാൻ മനസ്സിൽ തട്ടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് തോന്നിയ കാര്യങ്ങളാണ്. ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് 2 ഡെലിവറിയും അതുപോലെ തന്നെ എൻ്റെ PCOD സ്റ്റോറി, ഇതിലൊക്കെ വരുന്ന ഇഷ്യൂസ് അങ്ങനെ വരുന്നവർക്കാണ് അറിയുള്ളൂ. അപ്പോൾ അതിന് എനിക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതിലിപ്പോൾ ബ്രൈറ്റനിങ് ഉണ്ടാവും, അതുപോലെ എന്താ പറയുക, നമ്മുടെ പിഗ്മെൻറ്റേഷൻ, ഡൾനെസ്, അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾക്കെങ്കിലും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫേസ് പാക്കുകൾ കാണിക്കും, അതുപോലെ ഹോം റെമഡീസ് കാണിക്കും. ഇനി ഇത് ആരും കമൻറ്റ് ചെയ്തില്ല എന്ന് വെക്കട്ടെ, കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ സ്കിൻ കെയർ ചെയ്യും. പക്ഷെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളോ ഒന്നും കാണിക്കില്ല. ജസ്റ്റ് ഞാൻ വന്നിട്ട് എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അപ്പം ഞാൻ ഈ കാര്യമാണ് അപ്ലൈ ചെയ്യുന്നത്, അത് നന്നായി ഉണങ്ങും, കഴുകും, റിമൂവ് ചെയ്യും, അത്ര തന്നെ. ആ വീഡിയോ അവസാനിപ്പിക്കും. ഇനിയിപ്പോൾ അതുപോലെ തന്നെയാണ് ഹെയർ കെയർ ആണെങ്കിലും എന്താ പറയുക, എനിക്ക് നന്നായിട്ട് തോന്നിയപ്പോൾ എൻ്റെ മുടിക്ക് അത്യാവശ്യം വളരുന്നുണ്ട്, അതുപോലെ നല്ല തിക്നെസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതുപോലെ തന്നെ വീട്ടിൽ ചെയ്താൽ നന്നാവുന്ന കാര്യങ്ങൾ ഞാൻ വന്ന് അപ്ലൈ ചെയ്യും, കാണിക്കും.
ഞാൻ അവസാനിപ്പിക്കും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ റെസിപ്പീസ് ഒന്നും കാണിക്കില്ല. അങ്ങനെ കാണിക്കുമ്പോഴാണല്ലോ അതൊരു ഇതാവുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ എന്തോ അപ്ലൈ ചെയ്യുന്നു, ഞാൻ എന്തോ കഴുകി കളയണു, അത്രേ ഉള്ളൂ. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ സ്കിൻ കെയർ ചെയ്യുന്നത് നിർത്തില്ല, അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒരിക്കലും ഞാൻ കാണിക്കില്ല. അങ്ങനെ ഒരൊറ്റ കമൻറ്റ് പോലും എനിക്ക് വന്നില്ലെങ്കിൽ. പക്ഷേ നിങ്ങൾ ആരെയെങ്കിലും ഒരാൾ ചേച്ചി ചെയ്ത ഇന്ന കാര്യം എനിക്ക് നന്നായി യൂസ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ ചേച്ചിയുടെ ഹോം റെമഡീസ് എനിക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം റെമഡീസ് എനിക്ക് കാണാൻ താല്പര്യമുണ്ട് എന്ന് ഒരാളെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടും, ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഇന്നത്തെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടില്ല. ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത്, ഞാനിപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടറിയാലോ, നമ്മൾ ഓണത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം ഡെയിലി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അമ്മൻ്റെ കൂടെ ഉള്ള കാരണം എനിക്ക് സമയം കിട്ടുന്നുണ്ട്. ഉണ്ണീനെ ഏൽപ്പിക്കാനാണെങ്കിലും കുറച്ച് വീട്ടിലത്തെ ജോലിയാണെങ്കിലൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഏകദേശം ഉച്ച വരെയൊക്കെ അല്ലെങ്കിൽ ഒരു 3 മണി 4 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഭക്ഷണം ഉച്ചക്കലത്തെ കഴിക്കലും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ മാറി മാറി. അപ്പോൾ ഒരു ദിവസം എനിക്ക് ആ ഫേസ് നല്ലോണം ഒരു ഗ്ലോയിങ്, ആ ഒരു ഫ്രഷ് ഫീലൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇടും. ഈ ഷൂട്ട് എന്നും ചിലപ്പോൾ ചെയ്യില്ല, ചിലപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അന്നൊന്നും ഞാൻ ഫേസിൽ ചെയ്യില്ല. പക്ഷെ അടുപ്പിച്ച് ഈ ഒരു ഫേസ് പാക്കാണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമുക്കൊരു മെയിനായിട്ടൊരു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ നമുക്ക് ഫേസ് ഒരു ഗ്ലോയിങ് ബ്രൈറ്റനിങ്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഫേസ് ഒരു ഫ്രഷ് ഫീലൊക്കെ തോന്നിക്കുന്ന ആ ഒരു പാക്കായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണങ്ങിയപ്പോൾ അങ്ങനെ വലിഞ്ഞു പോയി. ഇപ്പോൾ ഒന്നും ഇട്ടത് മാതിരി തോന്നണില്ല, ഒക്കെ വലിഞ്ഞു. ഞാൻ ഒരു എന്താ പറയുക ഒരു ലൂസ് കൺസിസ്റ്റൻസി ഉള്ളൊരു സാധനമാണ്. അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് വർത്താനം പറഞ്ഞ് നിന്നതിൻ്റെ ഇടയിൽ ഇത് കഴുകിയിട്ട് പറ്റട്ടെ. അപ്പം ഞാൻ ഫേസൊക്കെ കഴുകി ഇനി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നല്ല മഴയായിരുന്നു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞുണ്ട് കേട്ടോ. അപ്പം അത് കാരണം ഞാൻ ഇങ്ങനെ എടുത്തത്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇതിപ്പോൾ പറയേണ്ട കാര്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറയാമെന്ന് തോന്നി. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല സ്കിൻ കെയർ ചെയ്യുന്നതും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ മാത്രമല്ല ചെയ്യണത്. പിന്നെ ഹെയർ കെയറിൻ്റെ ആണെങ്കിലും ഒരു ബഞ്ച് ഓഫ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ തന്നെ നമുക്കിങ്ങനെ ഹെയർ കെയർ മാത്രം ചെയ്യണവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അവരൊക്കെ വീട്ടിലിരുന്ന് അവർക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ്, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യണം. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല. അത് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടിയതോ അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയും കുറേ പേരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് അടുപ്പിച്ചായിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ, ഞാൻ സ്കിൻ കെയർ ആണ് കുറേ ചെയ്യുന്നത്. കാരണം എൻ്റെ ഉണ്ണി ഉണ്ടാവണേ മുന്നത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഒരുപാട് ഹോൾ വീഡിയോസും, അതെൻ്റെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ചെയ്യുന്ന ഹോൾ വീഡിയോസ്. അത് പിന്നെ ഒരു ബ്രാൻഡൊന്നും ഇല്ല, എല്ലായിടത്തൊന്നും മേടിക്കാം. ആമസോൺ, മിന്ത്ര, അതുപോലെ ഫ്ലിപ്കാർട്ടിന് അത് ഇപ്പോഴാണ് മേടിച്ചു തുടങ്ങിയത്. അത് നമ്മൾ യൂട്യൂബിൽ ടാഗ് ചെയ്യുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടും മിന്ത്രയ്ക്കും ഉള്ളൂ, ബാക്കി ആമസോണൊന്നും ടാഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടും നോക്കി മേടിക്കുന്നുണ്ട്. അത് ഒട്ടുമിക്ക പേര് അത് തന്നെയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെയ്യണത്. ടാഗ് ചെയ്യാൻ പറ്റണത് ഫ്ലിപ്കാർട്ടാണ്. പിന്നെ ബാക്കി എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, വേറെ വല്ല മാർഗത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി ചെയ്യലുണ്ട്. പിന്നെ മുടി വെട്ടിയോണ്ട് ഇപ്പം ഞാൻ മുടി ഒന്ന് വളർന്നിട്ട് ഒന്ന് സെറ്റായിട്ട് വേണം ഹെയർ കെയറിൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നതും. ഇപ്പം ഈ ഒരു ഇതിലെനിക്ക് എന്താ പറയുക ഹെയർ ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പം അതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറില്ല, എനിക്ക് നന്നായിട്ട് തോന്നും. ഇപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചിലപ്പോൾ എൻ്റെ മുടി കുറച്ചും കൂടി നന്നായിട്ടായിരിക്കും, ചിലപ്പോൾ വളർന്നിട്ടായിരിക്കാം ഞാൻ മുടി കൊഴിച്ചിലിന് വേണ്ടി ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഒരുപാട് കീഴാർനെല്ലുണ്ട്. ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും പറയലുണ്ട് കീഴാർനെല്ലി ഭയങ്കര നല്ലതാണ്. അപ്പം അതിൻ്റെ ഒരു സിറം മാതിരി പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് എന്താണോ നമുക്ക് തോന്നണേ, നമുക്ക് നന്നായിട്ട് തോന്നണേ അത് നമ്മൾ ചെയ്യണു. പിന്നെ എപ്പോഴും എന്ത് കാര്യത്തിലും ഇപ്പം സ്കിൻ കെയർ മാത്രമല്ല, ഹോം റെമഡീസ് മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് കേട്ട് നിങ്ങൾ ചെയ്യണ്ട. പിന്നെ ആദ്യം ഒരാൾ പറഞ്ഞു കേട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രം ഇൻഗ്രീഡിയൻസുകൾ നോക്കിയിട്ടോ നിങ്ങൾക്ക് സ്യൂട്ടാണോ. പിന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് സ്യൂട്ടാണോ നോക്കിയിട്ട് മാത്രമേ മുഖത്ത് തേക്കേണ്ട കാര്യമുള്ളൂ. ചിലർ പറയണേക്കാൻ അത് തേച്ചിട്ട് നിറയെ കുരു വന്നു, എനിക്കും വരാറുണ്ട്. പക്ഷെ വന്നിട്ട് ഞാൻ തേച്ചിട്ട് ഞാൻ തന്നെ വന്നിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, എനിക്കത് പറ്റിയില്ല. അപ്പം പിന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ നിർത്തും. അപ്പം ഞാൻ പറയണത് ഒരാൾ പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരാൾ കാണിച്ചത് കണ്ടിട്ടോ മേടിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ തോന്നിയെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോൾ ഞാൻ വന്ന് എൻ്റെ ഭാഗം വെളുപ്പിക്കൽ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ കമൻസിൻ്റെ ഒരു സെക്ഷൻ. വെളുപ്പിക്കൽ തുടങ്ങി, അല്ലെങ്കിൽ എന്താ പറയുക വന്നിന്ന് എന്താ പറയുക നല്ല പിള്ള ചമയാൻ നോക്കണം, ഒന്നുമില്ല. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ആരും ദ്രോഹിച്ചിട്ടോ അല്ലെങ്കിൽ ദ്രോഹിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല, മനസ്സാവാതെ ദ്രോഹിച്ചിട്ടില്ല.
പിന്നത്തെ കാര്യം, ഞാൻ മോശമായ രീതിയിലൂടെ അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നതും. എനിക്ക് അങ്ങനെ താല്പര്യമില്ല, ഇങ്ങോട്ട് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ 2 കാര്യങ്ങളിൽ ഞാൻ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള കമൻസ്, അതായത് ഞാനൊരു ദിവസം ക്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യണേ. കാരണം നമുക്ക് ഷോർട്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെന്നും വീഡിയോ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഷോർട്സ് ഇടാനും ഒക്കെ കൂടി ഒരു ക്ലാഷ് വരുന്ന കാരണം ഈ ഒരു ഓണം സ്കിൻ കെയറും ഹെയർ കെയർ കഴിയുന്ന വരെ ഞാൻ ഒന്നരട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ നോക്കിയിട്ടാണ് നമ്മുടെ അടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ വീട്ടിലൊരു വെൽഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അതിങ്ങനെ ബ്ലിങ്കും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ എനിക്കറിയില്ല. ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് ഇന്നത്തെ ഒരു ഇതിൽ എനിക്ക് വേണ്ടത്. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ. ചിലപ്പോൾ ഇനി ഒട്ടുമിക്ക പേരും വന്നിട്ട് പറയും നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൽ ഒറ്റ പേരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ് കമൻറ്റ് ഇടുന്നത്. ഞാൻ ചെയ്യില്ല, ഞാൻ പക്ഷെ ചെയ്യില്ല എന്നല്ല, ഞാൻ ചെയ്യുന്ന DIYs പ്രിപ്പറേഷൻ കാണിക്കില്ല. അത് നിങ്ങൾ ഞാൻ ചെയ്യണത് ഞാൻ സ്വന്തമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യും, ഞാൻ റിമൂവ് ചെയ്യും, അതന്നെ. പക്ഷെ ഞാൻ കാണിക്കും. അങ്ങനെ ഞാൻ പേടിച്ച് എന്താ പറയാ, ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ കുറച്ച് പേര് പറഞ്ഞു എന്ന് വെച്ചിട്ട് സ്കിൻ കെയർ ചെയ്യുന്നതോ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നതോ ഞാൻ നിർത്തില്ല. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതെന്ന് തോന്നണത്, നമുക്ക് ഓക്കെ ആയിട്ട് തോന്നണത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരാൾ പറഞ്ഞത് കേട്ടിട്ടോ ഒരാളുടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടോ നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും കുറച്ച് നാളെ നമുക്കുള്ള ലൈഫ്. അപ്പോൾ ആ ലൈഫ് നമ്മൾ നല്ല രീതിക്ക് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാണ്ട് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് എനിക്ക് താല്പര്യം. പിന്നെ അഭിപ്രായങ്ങൾ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും പറയാം, ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. എനിക്ക് നന്നായി തോന്നിയത് ഞാൻ അവിടെ തന്നെ വെക്കും. പിന്നെ ഭയങ്കരമായിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും മക്കൾക്കും ഒക്കെ പറയണത് ഞാൻ ഡിലീറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.